കൊടുകുത്തി മലയ്ക്ക് ലളിതമായൊരു കഥയുണ്ട്. മലപ്പുറം ജില്ലയുടെ സ്വകാര്യഹങ്കാരം എന്ന് പറയുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊടുകുത്തിമല. മലപ്പുറത്തിന്റെ ഊട്ടി എന്നാണ് സഞ്ചാരികൾ ഈ സ്ഥലത്തെ വിശേഷിപ്പിക്കുന്നത്. കൊടുകുത്തിമലയ്ക്ക് ലളിതമായൊരു കഥയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ ഈ മലയുടെ ഏറ്റവും മുകളിൽ ഒരു കൊടികുത്തി. അതിനുശേഷം പ്രദേശവാസികൾ ഈ സ്ഥലത്തെ കൊടുകുത്തിമല എന്ന് വിശേഷിപ്പിച്ചു. നാട്ടുകാർ അത് ഏറ്റെടുത്ത് പിന്നീട് കൊടുകുത്തിമല എന്ന പേരിൽ അറിയപ്പെട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിലുള്ള മലയായതുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊടുകുത്തിമലയെ ഒരു നിരീക്ഷണ കേന്ദ്രമാക്കി മാറ്റി. അടുത്തുള്ള ഗ്രാമങ്ങളും കാട്ടുപാതകളും അവർ ഇവിടെ നിന്ന് നോക്കിക്കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടെങ്കിലും നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു കൊടുകുത്തിമല. കൊടുകുത്തിമലയിൽ കാറ്റും തണുപ്പും കൂടുതലായതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഊട്ടി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. കൊടികുത്തിയ സ്ഥലത്ത് വാച്ച് ടവർ വന്നതോടുകൂടി വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ യുവാക്കളുടെയും കുടുംബങ്ങളുടെയും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ കൊടുകുത്തിമല. ഇപ്പോൾ ടൂറിസ്റ്റുകളുടെയും യൂട്യൂബേഴ്സിന്റെയും ഫോട്ടോഗ്രാഫേഴ്സിന്റെയും കടന്നവരോടുകൂടി നമ്മുടെ കൊടുകുത്തിമല കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും 11 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കൊടുകുത്തിമലയിൽ നിന്നും തിരുവമ്പാടി പാത, താഴേക്കോട്, അമ്മിനിക്കാട് മലനിരകൾ എന്നിവിടങ്ങളിലേക്കുള്ള വ്യൂ നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ബ്രിട്ടീഷുകാരുടെ പതാകയിൽ നിന്നും നാട്ടുകാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു പേര് ഇന്ന് വിനോദസഞ്ചാരികളുടെ മനസ്സിൽ ഊട്ടി എന്ന പേരിൽ ഇടം നേടിയ ഒരു മല ഇന്ന് കൊടിക്കും മലയ്ക്കും ഒരുമിച്ച് ജനിച്ച ഒരു ചരിത്രമാണ് കൊടുകുത്തിമല. നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറത്ത് ആദ്യമായി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നത് മിനിയൂട്ടിയിലാണെന്ന്. എന്നാൽ അതിലും വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ കൊടുകുത്തിമലയിൽ വരാൻ പോകുന്നത്. പുതിയൊരു ഹിസ്റ്റോറിക്കൽ സ്പോട്ട് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.